അല്പസമയം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. സഭയായി നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്ക് തുടർന്ന് ചില മണിക്കൂറുകൾ കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഇപ്പോൾ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിന്റെ ശ്രേഷ്ഠദാസനും ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനുമായ എബ്രഹാം ജോർജ് സാബ് അദ്ദേഹം കടന്നു വന്ന് നമ്മളോട് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതാണ്. കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ നാളുകളിൽ അമേരിക്കയുടെ പ്രദേശങ്ങളിലായിരുന്നു. നമുക്കറിയാം, ഈ സഭയുടെ സ്ഥാപകനായിട്ട് തന്നെ പ്രവർത്തിച്ച് ഈ ദേശത്തിൽ സാക്ഷ്യത്തോടെ നിലനിന്ന ഒരു ദൈവദാസനാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്ക് ഒരുമിച്ച് ഈ നിലയിൽ സന്തോഷിക്കുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാരംഭമായി കർത്താവിൻ്റെ ദാസൻ ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നതായിരിക്കും. ഏറ്റവും ഒടുവിലായി ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനും കർത്താവിൻ്റെ ദാസനുമായ പ്രിയ കെ ഫിലിപ്പ് കുട്ടി അവർകൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിക്കുന്നതാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് വീണ്ടും കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രി ദൈവവചനം ചില ആത്മാക്കളെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ദാസൻ ക്രൂശിന്റെ മറവിൽ നിന്ന് നിശ്ചലമായിരിക്കുന്ന ദൈവ സന്ദേശം ഈ കേൾക്കുന്ന ഒരു മനസ്സിലെങ്കിലും ഇന്നിവിടെ കൂടിയിരിക്കുന്നവരല്ല, നമുക്കറിയാം ഈ മൈക്കിന്റെ ശബ്ദപരിധിയിൽ ഞങ്ങളുടെ സുവിശേഷം കേൾക്കുന്ന, വീട്ടിലിരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ആ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവായ ദൈവം പ്രവർത്തിക്കട്ടെ. കർത്താവ് ധാരാളമായി കൃപ നൽകട്ടെ. നമ്മെ സഹായിച്ച ദൈവത്തിന് നന്ദി കരേറ്റി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ സായാഹ്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ഞങ്ങളുടെ അരുമനായ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതിക്കുന്നതിനും അവൻ അരുളി ചെയ്തതായ ആപ്തവാക്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പ്രസ്താവിക്കുവാനും ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പ്രകീർത്തിക്കുവാനും ഈ സായാഹ്ന സമയം നീ ഞങ്ങൾക്ക് സമ്മാനിച്ചു. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ യാത്രക്കടവ് റോഡ് അരികിൽ ഈ ഭവനാങ്കണത്തിൽ കർത്താവായ യേശുക്രിസ്തു ചെയ്ത മഹത്വപരമായ കാര്യങ്ങളെക്കുറിച്ച്, കർത്താവിൽ കൂടെ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിനെ പറ്റിയുള്ള സുവിശേഷം പറയുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നു എന്നുള്ളതുകൊണ്ട് സ്തോത്രം. ഇന്ന് ഭയങ്കരമായ മഴയും വളരെ പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ മുട്ടിപ്പായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം നീ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കേൾക്കുവാനായി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായി ചിലരെ നീ അയച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളോട് സുവിശേഷം പറയുവാനായിട്ട് പ്രിയ റോയ് മാത്യു സഹോദരനെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിനക്ക് വലിയേറിയ കാര്യങ്ങൾ ഞങ്ങളോട് പറയുവാനായിട്ടുണ്ട്. അത് കേൾപ്പാനായി ഞങ്ങൾ ഹൃദയം തുറന്ന് കർത്താവെ അത് കേൾപ്പാനായിട്ട് നീ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവ് ആഗ്രഹിക്കുന്നത് സകല ജാതികളും ഒന്നുപോലെ കർത്താവിലേക്ക് വരണമെന്നുള്ളതാണ്. ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം രക്ഷകനാണ്, ലോകത്തിൻ്റെ രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവിനെ ഇന്ന് രാത്രിയിൽ പ്രഘോഷിപ്പാൻ തക്കോണം, പ്രസംഗിപ്പാൻ തക്കോണം പ്രിയ സഹോദരൻ നീ വേണ്ട കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിപ്പാനിടയായി. പ്രിയ സഹോദരിമാർക്കും അതിനുള്ളതായ കൃപകൾ തന്നു. അത് കേട്ട് ഞങ്ങൾ ആനന്ദിച്ചു, സ്വർഗവും ആനന്ദിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. കർത്താവേ, ഇനി പറയുവാൻ പോകുന്ന ദൈവവചനം അത് ഞങ്ങളുടെ ഹൃദയങ്ങൾ ആഴമായി പതിയുവാനും ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാനും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് തന്ന രക്ഷണ്യ വേലയെ ഞങ്ങൾ കരസ്ഥമാക്കുവാനും ഈ രാത്രി ഉതകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പേയാട് പള്ളിമുക്ക്, ഈ ചാത്രക്കടവ് പ്രദേശങ്ങളിൽ ഈ മൈക്കിൻ്റെ ശബ്ദത്താൽ കർത്താവെ കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും, സമീപവാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും ദൂരെ വെച്ച് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാവരെയും നീ ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്ന ഈ വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും അതിന് തക്കതായ ആൻസർ തരുന്ന ദൈവമാണ് എന്നുള്ളത് കൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ശാന്തമായ ഈ രാത്രിയിൽ മനോഹരമായ ഗാനങ്ങൾ ശ്രവിക്കാനും ദൈവകൃപ അനുഭവിക്കാനും നമുക്ക് ഇങ്ങനെ ഒരവസരം തന്ന സ്വർഗത്തിലെ ദൈവത്തിന് വളരെ നന്ദിയോടുകൂടെ നിങ്ങളോടൊപ്പം നന്ദിയും സ്തോത്രവും സ്തുതികളും അർപ്പിക്കുന്നു. മനോഹരമായ പാട്ടുകൾ. എനിക്കിഷ്ടപ്പെട്ടത് അവരുടെ പേരാണ്, ഹെവൻലി പ്രസൻസ്. ആ പാട്ടെല്ലാം പാടി കേട്ടപ്പോൾ ആ ഹെവൻലി പ്രസൻസ് ഞാനും ആസ്വദിക്കുകയായിരുന്നു. പേരിനൊത്തവണ്ണം പാടാൻ നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രാപ്തിപ്പെടുത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നൊരു മഴ ദിവസമായിരുന്നല്ലോ. വൈകിട്ടത്തെ യോഗം നടക്കുമോ എന്ന് ഭാരപ്പെട്ട മണിക്കൂറുകൾ, മിനിറ്റുകൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കൃപ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കുകയാണ്. കേരളം ചുട്ടുപഴുത്ത് ഇനിയും ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും എന്നൊക്കെ നമ്മൾ വളരെ ഭയപ്പെട്ട ദിവസങ്ങളുണ്ട്. എന്നാൽ ആ കൊടും ചൂടിനെ തണുപ്പിക്കാൻ തക്കവണ്ണം ധാരാളമായ മഴ പെയ്ത് നമ്മുടെ ജീവിതങ്ങളെ തണുപ്പിച്ച ദൈവം അതത്ര ആശ്വാസകരമാണ്. സൗജന്യമായ മഴ നൽകുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്ത ദൈവത്തിൻ്റെ കൃപയത്ര വലുതാണ്. അതാണോ സുവിശേഷം? എനിക്ക് ഇവിടെ ഇട്ട നോട്ടീസിലെ പേരൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. സുവിശേഷ മഹായോഗം. സുവിശേഷ മഹായോഗം എന്ന് പറഞ്ഞാൽ മഴയില്ലാതെ വരണ്ടുണങ്ങിയ ദേശത്ത് മഴ കിട്ടുന്നതാണോ സുവിശേഷം? സുവിശേഷ മഹായോഗം അത് എടുത്തു പറയാൻ കഴിയും. രോഗിയായിട്ട് ഞാൻ കിടന്നു, വളരെ ബുദ്ധിമുട്ടി, ഭാരപ്പെട്ടു. ആ സന്ദർഭത്തിൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്ക് സൗഖ്യം തന്നു. അതാണ് സുവിശേഷം എന്ന് കരുതുന്നവരുമുണ്ട്. എന്നാൽ ഇതൊക്കെ ദൈവത്തിൻ്റെ നന്മകളാണ്, അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇന്ന് രാത്രി നാം ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉപനിധി എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ധനങ്ങളിലൊന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഇന്ത്യൻ ഭരണഘടനയാണ്.
ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള മറിയുമ്പോഴും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിൻ്റെ നടുവിൽ സുരക്ഷിതരായിട്ട് നമ്മൾ ഇരിക്കുന്നതിൻ്റെ കാരണം എഴുതപ്പെട്ട ഇന്ത്യൻ നിയമ സംഹിത അത് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കി തീർക്കുന്നു. ഇന്ന് രാത്രി സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ്. അതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറഞ്ഞിരിക്കുന്നത്. നാം ഒക്കെ വിചാരിക്കുന്നതും നമ്മിൽ പലരുമൊക്കെ വിചാരിക്കുന്ന പോലെ ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗമികമായ സൗകര്യങ്ങൾ അതൊക്കെയാണ് സുവിശേഷം എന്ന് ആളുകൾ നല്ല ആരോഗ്യം, നല്ല ജീവിത സാഹചര്യം അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പുറമേ എല്ലാം ഭംഗിയായിട്ടിരിക്കുന്നു. ഞാൻ ദൈവവചനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ നിരവധി 66 പുസ്തകങ്ങളുണ്ട്. അതിലൊന്നായ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വേദപുസ്തകമായിട്ട് വന്നിരിക്കുന്ന നമുക്ക് ചില സത്യങ്ങൾ നമുക്ക് ആസ്വദിക്കാം. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എനിക്ക് വളരെ ഇഷ്ടമായതിനാൽ ഞാൻ അത് പരസ്യമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷം. ധന്യനായ ദൈവത്തിൻ്റെ സുവിശേഷം. ധന്യനായ ദൈവം എന്ന് പറഞ്ഞ അനുഗ്രഹീതനായ ദൈവം, അനുഗ്രഹീതനായ ദൈവത്തിൻ്റെ മഹത്വമായ സുവിശേഷം എന്ന്. ദൈവത്തിൻ്റെ മഹത്വമാണ് വാസ്തവത്തിൽ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും നമ്മെ സൃഷ്ടിച്ച ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പോറ്റി പുലർത്തുന്ന ദൈവത്തിൻ്റെ മഹത്വം അറിയുക, അതാണിത്. യെശയ്യാപ്രവചനം എന്നൊരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല. സമ്പൽ സമൃദ്ധിയുടെ നടുവിൽ ഇതെല്ലാം നൽകുന്ന ജീവനുള്ള ദൈവമായ മഹത്വധാരിയായ ദൈവത്തെ ആധുനിക മനുഷ്യൻ മറന്നുപോകുന്നു. അങ്ങനെയുള്ള ലോകത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് പറയാൻ ഒരു സന്ദേശമുണ്ട്. അത് എൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമായ സുവിശേഷം. ധന്യനായ ദൈവത്തിൻ്റെ മഹത്വമാർന്ന സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നു. ആ മഹത്വമായത് നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു, എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമായ സുവിശേഷം. എന്നാൽ ഈ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ വേറൊരു പ്രത്യേക പദപ്രയോഗത്തോടെയാണ്. നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉപനിധി നീ കാത്തുകൊള്ളണം. The treasure that is entrusted to you. ലോകത്തിന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഉപനിധി എന്ന് പറഞ്ഞിരിക്കുന്നത് സുവിശേഷമാണ്. ആ സുവിശേഷം എന്താണെന്ന് അറിയുകയും അതിനെ കാത്തുകൊള്ളുകയും ദൈവത്തിൻ്റെ മഹത്വം അതറിയുമ്പോഴാണ് മനുഷ്യ അവനവനെ തന്നെ മനസ്സിലാക്കുവാനും അവൻ്റെ കുറവുകളെ ഗ്രഹിക്കുവാനും നമുക്ക് കഴിയുന്നത്. ഇന്ന് രാത്രി നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് വന്നിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ മഹത്വമുള്ള ആ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ മഹത്വത്തെ ചിലതൊക്കെ നമുക്ക് ഇന്ന് രാത്രി ഓർക്കാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം രക്ഷിതാവായ ദൈവമാണ്. ലോകത്തിൽ അനേകരും ദൈവത്തെ മനസ്സിലാക്കുന്ന കാര്യം ഉപദ്രവിക്കുന്ന, നശിപ്പിക്കുന്ന, മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന ഒരുവനായിട്ടാണ്. എന്നാൽ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു രക്ഷിതാവായ ദൈവത്തിൻ്റെ സുവിശേഷം. ആ ദൈവമെന്ന് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യരുടെയും ദൈവമെന്നാണ് അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. സകല മനുഷ്യർക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന, സകല മനുഷ്യർക്കും വേണ്ടി കരുതുന്ന, മുഖവ്യത്യാസം കൂടാതെ എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന ദൈവം. ഇന്ന് പകൽ മഴ പെയ്തപ്പോൾ യാതൊരു വകഭേദവും ആരോടും കാണിച്ചില്ല. ദൈവത്തെ മറന്നവനോടും
ദൈവത്തെ സ്നേഹിക്കുന്നവനോടും ഒരുപോലെ മുഖപക്ഷം കൂടാതെ എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സ്നേഹം, അത് ദൈവത്തിൻ്റെ മഹത്വം, അത് വളരെ വലുതാണ്. നമ്മുടെ രക്ഷിതാവായ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യരുടെയും ദൈവം എന്ന് അതിൻ്റെ 1-ാമത്തെ വാക്യം, തിമോത്തിയോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അതിൻ്റെ 3-ാമത്തെ വാക്യം. ഇന്ന് രാത്രി ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പ്രസംഗമല്ല. സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. വേദപുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സകല മനുഷ്യർക്കുമുള്ള രക്ഷ, സകലരെയും സ്നേഹിക്കുന്ന, മുഖപക്ഷം കൂടാതെ. നീ ഏത് മതത്തിലാണ്, നിന്റെ നിറം ഏതാണ്, നിന്റെ ഭാഷ ഏതാണ് എന്നുള്ളതൊരു വ്യത്യാസം കൂടാതെ ലോകത്തിൽ എല്ലായിടത്തും, ലോകത്തിൽ വളരെ വിദൂരതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, അവിടെയും ചെന്നാലും ഈ സത്യദൈവത്തെ, ഈ സകല മനുഷ്യരുടെയും ദൈവം എന്ന് വേദപുസ്തകം പറയുന്ന, എല്ലാവർക്കും കരുതുന്ന, എല്ലാവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആ ദൈവത്തെ അറിയുന്ന ആളുകളെ മനസ്സിലാക്കാൻ അത് ദൈവവചനം അനേകരുടെ ഹൃദയങ്ങളിലേക്ക് പ്രവർത്തിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദൈവം, ഇവിടെ നാം ഇന്ന് രാത്രി ഓർത്ത പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ, നമ്മുടെ രക്ഷിതാവായ ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഇരിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത്, ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മോട് ഏറ്റവും പറയാനുള്ള കാര്യം, സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും നല്ലതും പ്രസാദകരവുമായ ഒന്നായിട്ട് അതിരിക്കുന്നു. ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ, ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടത് എന്താണെന്ന് താങ്കൾ അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ സുവിശേഷ യോഗം ഇവിടെ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രസാദകരമായ ആ കാര്യം നാം അറിയണം എന്ന് ദൈവം ഇച്ഛിക്കുന്നു. ഈ വേദഭാഗത്തിലേക്ക് വരുമ്പോൾ വളരെ ലളിതമായ സത്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തക്ക നിലയിൽ വളരെ വ്യക്തമായിട്ട് ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ ഓർപ്പിക്കുന്നു. 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, രക്ഷിതാവായ ദൈവം അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് ദൈവം ഇച്ഛിക്കുന്നു. മനുഷ്യന് പല താല്പര്യങ്ങളുണ്ട്, എന്നാൽ നമ്മയെല്ലാം സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആഗ്രഹം അത് പറഞ്ഞിരിക്കുന്നു. ദൈവം സകല മനുഷ്യരും, രക്ഷിതാവായ ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് ദൈവം ഇച്ഛിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. 2-ാമത്തെ കാര്യം, ദൈവം എല്ലാവരും രക്ഷയിലേക്ക് വരണം എന്ന് ഇച്ഛിക്കുന്നു. 2-ാമത്തെ കാര്യം, എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണം, എല്ലാവരും രക്ഷയെക്കുറിച്ച് അറിയണം. മനുഷ്യന്റെ രക്ഷ, സാധാരണ മനുഷ്യൻ രക്ഷ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരീരരക്ഷയാണ്. നല്ല ഭക്ഷണം കിട്ടുക, നല്ല വസ്ത്രം, പിന്നെ രോഗങ്ങൾക്കൊക്കെ നല്ല ഹോസ്പിറ്റൽ, നല്ല വിദ്യാഭ്യാസം, അതൊക്കെയാണ് മനുഷ്യൻ രക്ഷ എന്ന് വിശ്വസിക്കുന്നത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ താൽക്കാലികമാണ്. എത്ര പ്രസംഗകരാണെന്നറിയാം, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ് ചാകും. ഈ കോവിഡ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നിലനിൽക്കുന്നത്. എത്ര മെഡിക്കൽ കോളേജുകൾ ഉണ്ടെങ്കിലും, എത്ര ഉന്നതമായ നിലവാരത്തിലുള്ള ജീവിതമാണെങ്കിലും, ജീവിതം താൽക്കാലികമാണ്. മനുഷ്യന് ഒരു ശരീരം മാത്രമല്ല, അവനൊരു പ്രാണനുണ്ട്, അവനൊരു ജീവനുണ്ട്. മാത്രമല്ല, ആ ശരീരത്തിൽ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ സൃഷ്ടിച്ചു. ആ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം വിലപ്പെട്ട ഒരാത്മാവുണ്ട്. ഇന്ന് രാത്രി ദൈവം ഇച്ഛിക്കുമ്പോൾ ശരീരത്തിന്റെ രക്ഷ, അതിനാണ് മഴയും ധാരാളമായ ഭക്ഷണവും ഒക്കെ ദൈവം തന്ന് നമ്മെ പുലർത്തുന്നത്. എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ പ്രാണന് വേണ്ടിയും ദൈവം കരുതുന്നു. ജീവൻ നിലനിർത്താനായിട്ട് ദൈവം വേണ്ടതൊക്കെ ചെയ്യുന്നു. എന്നാൽ മനുഷ്യന്റെ ആത്മാവ്,
അതിൻ്റെതായ ആവശ്യങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം ചെയ്തിലേക്ക് വടിക്കത്തക്ക നിലയിൽ മനുഷ്യൻ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാവ്, അതിനെ വീണ്ടെടുത്ത് അതിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം സകല മനുഷ്യരുടെയും രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നൽകിയിരിക്കുന്ന നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, ആ രക്ഷ പ്രാപിക്കാൻ സകല മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം, അല്ലേ? സുവിശേഷം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന സന്ദേശമാണ്. ദൈവം എല്ലാവരെയും രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അനേകരും രക്ഷിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് കഴിയുന്നതിന്റെ കാരണം ആ രക്ഷിക്കുന്ന സത്യം എന്താണെന്ന് മനുഷ്യന് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. സകല മനുഷ്യരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം. മൂന്നാമത്തെ കാര്യം, ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാനും ഇച്ഛിക്കുന്നു. മാത്രമല്ല, ആ വാക്യത്തിന്റെ തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നു, സർവഭക്തിയോടും കൂടെ ജീവിക്കുക എന്നുള്ള ആ കാര്യം. ദൈവത്തെ വാസ്തവമായിട്ട് സ്നേഹിച്ച് ബഹുമാനിച്ച് ജീവിക്കുക എന്നുള്ള ആ കാര്യം. ഈ മൂന്ന് കാര്യങ്ങൾ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ചോദിക്കും, എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം? ഈ സുവിശേഷ യോഗം ഇവിടെ നടത്തുമ്പോൾ എന്താ ഇത്ര പ്രധാനപ്പെട്ട കാര്യം? സുവിശേഷ യോഗങ്ങൾ എന്നൊക്കെ പറയുന്ന പലയിടങ്ങളിലും ഏത് മതത്തിൻ്റെതാണെങ്കിലും ഈ ഓർഡർ നേരെ തിരിച്ചാണ്. അതെങ്ങനെയാണ്? ആത്മരക്ഷ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് സർവഭക്തിയോടും കൂടെ ജീവിക്കുക, ദൈവത്തെ ഭയപ്പെട്ടൊക്കെ ജീവിക്കുക, സത്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അങ്ങനെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നേരെ ചൊവ്വേ ജീവിക്കുമ്പോൾ മനുഷ്യൻ എന്താ പറ്റും? മനുഷ്യൻ രക്ഷയെ കണ്ടെത്തും. അതാ സുവിശേഷം. മതങ്ങളുടെ ഒക്കെ അന്തസത്ത എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ടൊക്കെ ജീവിക്കൂ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കൂ, സൽക്രിയകളൊക്കെ ചെയ്യൂ. മനുഷ്യൻ നിന്റെ ശരീരത്തിന്റെ കാര്യം, ആത്മാവിന്റെ കാര്യം, പ്രാണന്റെ കാര്യം അതൊക്കെ ഓർത്ത് വളരെ ഭക്തിയോടൊക്കെ ജീവിക്കുക. അങ്ങനെ ജീവിക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടും. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം ഇച്ഛിക്കുന്നത് ആ ഓർഡറിലല്ല എന്നുള്ളത് നീ അറിയണം എന്ന് ദൈവം വാസ്തവമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെക്കുറിച്ച് ഇച്ഛിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 15 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ അറിയാം, മനുഷ്യന്റെ ഇച്ഛകൾ ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് 4 കാര്യങ്ങൾ ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാ? ജഡത്തിന്റെ ഇച്ഛകൾ, കണ്ണിന്റെ ഇച്ഛകൾ, പിന്നെ ജീവിതത്തിന്റെ പ്രതാപം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ വളരെ പ്രതാപശാലികളായിട്ട് കണ്ണിനെ ബോധിച്ചതൊക്കെ വളരെ അനുഭവിച്ച് ജഡീകമായ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നതാണ് വാസ്തവത്തിൽ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, ഈ മനുഷ്യന്റെ 3 ഇച്ഛകളും ദൈവത്തിൽ നിന്ന് ഉള്ളവയല്ല. എന്തിനാണ് ദൈവം ഇച്ഛിക്കുന്നത്? എൻ്റെ പ്രിയ ശ്രോതാവേ, വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, ഈ ലോകം താൽക്കാലികമാണ്, ഇതെല്ലാം ഒഴിഞ്ഞു പോകുന്നതാണ്. ഒന്നിനു പുറകെ വരുന്ന ഈ സിനിമയുടെ റീല് പോലെ മാത്രമേ ഈ മരീചികയായ ലോകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. രാത്രി സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം അതെന്താണെന്നറിയണം. വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, ലോകവും അതിൻ്റെ മോഹവുമെല്ലാം ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. ഈ പുസ്തകത്തിൽ കൂടി, ദൈവവചനത്തിൽ കൂടി ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന് വ്യക്തമായിട്ട് പറയുന്നത്, പ്രിയ ശ്രോതാവേ, നീ ദൈവ ഇഷ്ടം എന്താണെന്നറിയണം. എനിക്ക് നിന്നെ കുറിച്ചുള്ള ഇഷ്ടം പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ കേൾക്കാൻ നിനക്ക് മനസ്സില്ല, കേട്ട് മാനസാന്തരപ്പെടാനായിട്ട് നിനക്ക് മനസ്സില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ മറഞ്ഞ് ജഡീകമായ ഭൗമികമായ കണ്ണിൻ്റെതായ ഇഷ്ടങ്ങൾ, ജഡീകമായ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യനോട് പറഞ്ഞിരിക്കുന്നു, ദുഷ്ട, എനിക്ക് നിന്റെ മരണത്തിലല്ല, നീ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നതിൽ അത്രേ എനിക്കിഷ്ടമുള്ളതെന്ന്. നീ നിർമാർഗങ്ങളെ വിട്ട് എങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ
വേദപുസ്തകത്തിൽ രക്ഷിതാവായ ദൈവം നമ്മെ കരുതുന്ന സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം എന്ന് നാം ഇച്ഛിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകതകള് ഈ വേദപുസ്തകത്തിൽ വിശേഷിച്ച് ഈ തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. അവൻ ജീവനുള്ള ദൈവമാണ്, നമ്മെ അറിയുന്ന, നമ്മെ കാണുന്ന, ഹൃദയത്തിന്റെ ചിന്തകളെയും ഭാവങ്ങളെയും അറിയുന്ന ദൈവം, ജീവനുള്ള ദൈവം. ആ ജീവനുള്ള ദൈവം നമ്മെ അറിയുന്നു. മാത്രമല്ല സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. രക്ഷിതാവായ ജീവനുള്ള ദൈവം, ആ ജീവനുള്ള ദൈവത്തെ മനുഷ്യൻ അറിയണം എന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. ഈ 1 തിമോത്തിയോസ് 6-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന ആ ദൈവം. എല്ലാം നമ്മൾ നേരത്തെ നമ്മളൊക്കെ ഓർത്ത പോലെ നമുക്ക് സകലവും ധാരാളമായിട്ട് അനുഭവിക്കുവാനായിട്ട് തരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൗമികമായ, ഈ താൽക്കാലികമായ ഈ അനുഗ്രഹങ്ങളിൽ ജീവിതം നശിപ്പിച്ചിട്ട് നിത്യമായ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നിനക്ക് ലഭിക്കാതെ പോയാൽ ദൈവപ്രസാദം ലഭിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവം. ഈ കാണുന്നതല്ല ദൈവം, അല്ലേ? നിത്യനാണ് ദൈവം, നിത്യരാജാവാണ്. മനുഷ്യ ഹൃദയങ്ങളെ, ജീവിതങ്ങളെ ഭരിക്കുന്ന നിത്യരാജാവാണ്. അവൻ ക്ഷയിച്ചുകൂടാൻ അവൻ ക്ഷയിക്കാത്തവനാണ്, മരണമില്ലാത്തവനാണ്, അദൃശ്യനായ ഏക സത്യം ദൈവം. ആ ദൈവം ഇന്ന് രാത്രി നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. എല്ലാവരും അങ്ങനെ രക്ഷ പ്രാപിക്കുമോ? ദൈവത്തിന്റെ ആഗ്രഹമാണ് എല്ലാ മനുഷ്യരും, ഈ പേയാട് നിവാസികൾ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ എല്ലാവരും രക്ഷയിലേക്ക് വരുമോ? മുമ്പേ ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത പാട്ടിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പ്രിയപ്പെട്ടവൻ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞു. ഇസ്രായേൽ മക്കളെ ദൈവം രക്ഷിച്ചും ഇസ്രായേലിൽ നിന്ന് ദൈവം അവരെ അത്ഭുതകരമായിട്ട് വഴി നടത്തിയപ്പോൾ ദൈവത്തിന് അവരെക്കുറിച്ചൊരു പ്രത്യേക ആഗ്രഹം ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞ വഴികൾ കൂടി അവർ നടന്ന് ഏറ്റവും പെട്ടെന്ന് വാഗ്ദത്ത നാട്ടിൽ അവരെത്തിച്ചേർന്നു. ആ ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. എന്നാൽ സംഭവിച്ചത് നമുക്കറിയാം. അവർ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവത്തിൽ നിന്ന് അറിഞ്ഞിട്ടും ആ ഇഷ്ടത്തെ അവർ മറന്ന്, അവർ മത്സരിച്ച് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അകന്ന് 38 വർഷം അവര് മരുഭൂമിയിൽ ഇങ്ങനെ ഉഴന്ന് നടന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനോട് മത്സരിച്ച്, അതിനോട് എതിർത്ത് നിന്ന്, അതിനെതിരായിട്ട് മുട്ടി ചുരുട്ടുന്ന മനുഷ്യർ, നിന്റെ ജീവിതം വെറും ഉഴൽച്ചകളുടെ ഉഴലും നടക്കുന്ന ഒരു ജീവിതമായിട്ടിരിക്കും എന്ന് ദൈവം അത് അവരെ കുറിച്ച് ആഗ്രഹിച്ചതല്ല. ദൈവം അത് അനുവദിച്ചു. രാത്രി നാം നമ്മുടെ സ്വന്തം വഴികളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അടിച്ചാലേ പോയില്ലെങ്കിൽ പോയാലേ അടിക്കുമെന്ന് പറയുന്ന പോലെ ആധുനിക മനുഷ്യൻ അവന്റെ സ്വന്തം വഴികളിൽ ദൈവത്തിന് വിരോധമായിട്ട് ജീവിക്കുമ്പോൾ അവന്റെ സ്വന്തം വഴിയിൽ പോകുവാൻ ദൈവം അവനെ കൈവിടുകയാണ്. അതാണ് സുവിശേഷം. ദൈവം നമുക്കായിട്ട് കരുതുന്ന അനുഗ്രഹങ്ങളുടെ പാതയിൽ നടക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം പോകുന്ന നിത്യനാശത്തിലേക്കുള്ള വഴിയിലേക്ക് പോകുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരും. ദൈവം എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്ന് ആഗ്രഹിച്ചു. 2, എല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരണം എന്നിച്ഛിക്കുന്നു. 3, വളരെ ആ സത്യത്തെ ഗ്രഹിച്ച മനുഷ്യർക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ജീവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. രാത്രി ആ സത്യം എന്താണ്?
സകല മനുഷ്യരും രക്ഷപ്പെടും ഈ സത്യം അറിയുമ്പോൾ. ഏതാണ് ആ സത്യം? എന്താ സുവിശേഷം എന്ന് പറയുന്നത്? അല്ലേ? ഏത് സത്യം അറിഞ്ഞാൽ മനുഷ്യൻ നിത്യനാശത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാനായിട്ട് ഇടയായിട്ട് തീരും. ആ സത്യം എന്താണെന്ന് അറിയണമെന്ന് മാത്രമല്ല, അറിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്ന് മാത്രമല്ല, ആ സത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവം തൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അധികം ദീർഘിപ്പിച്ച് ആ കാര്യം കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആ സത്യം എന്താണെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കൽപ്പിച്ച് അല്പം ചില വിശദീകരണങ്ങൾ പറഞ്ഞ് ഈ യോഗം വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. നാം ഇതുവരെ 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 4 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ ആ സത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ഏക സത്യ ദൈവം. ലോകത്തിൽ ദൈവങ്ങളെന്ന് പേരുള്ളവരുണ്ടെങ്കിലും ഏക സത്യ ദൈവം, അതാണ് വേദപുസ്തക സന്ദേശം എന്ന് പറഞ്ഞിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ദൈവമാണ് അക്ഷയനും അദൃശ്യനുമായ സ്വർഗത്തിൽ വസിക്കുന്ന നിത്യ ദൈവം. ആ സത്യ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം തരുന്ന ദൈവത്തിൻ്റെ വചനം, അതാണ് സത്യത്തിൻ്റെ പരിജ്ഞാനം. ഈ 1 തിമോത്തിയോസ് 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തക സത്യങ്ങളുടെ ആകെ തുകയാണ്. പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും പറഞ്ഞിരിക്കുന്ന 66 പുസ്തകങ്ങളുണ്ടല്ലോ. ആ 66 പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സെന്റൻസിൽ എഴുതിയിരിക്കുകയാണ്. എന്നറിയാം, 39 പുസ്തകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാന സന്ദേശം ദൈവം ഒരുവനല്ലോ, നിനക്ക് ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകും. അത് വേദപുസ്തകത്തിൻ്റെ സന്ദേശം, എൻ്റെ വാക്കുകളല്ല. 39 പുസ്തകങ്ങൾ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. 39 പുസ്തകങ്ങൾ കഴിയുമ്പോഴാണ് പുതിയ നിയമം. ആ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ ആ സത്യം ഇന്ന് രാത്രി വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇരിക്കുന്നു. ആവർത്തിച്ചു പറഞ്ഞാൽ, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ആ കാര്യത്തെ മനസ്സിലാക്കുക, അതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ആവശ്യമുണ്ട്. ദൈവം ഇസ്രായേൽ ജനത്തെ വിളിച്ച് വേർതിരിച്ചു. അവർക്ക് ലഭിച്ച ഏറ്റവും വലിയ, അല്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ സംസാര വിഷയമാണ് ഇസ്രായേൽ രാജ്യം എന്നൊക്കെ പറയുന്നത്. അവർ അനേക രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കും. അതിൻ്റെ രഹസ്യം അവിടുന്ന് വാസ്തവത്തിൽ ദൈവത്തെ അറിയുന്നവരെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ദൈവം തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ആളുകൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവിക സത്യങ്ങൾ പ്രവാചകന്മാരിൽ കൂടി, ന്യായപ്രമാണത്തിൽ കൂടി ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം അമ്പേ പരാജയപ്പെട്ടു. അവർ ജീവനുള്ള ദൈവത്തെ വിട്ട് ജീവനില്ലാത്തവയിലേക്ക് തീർന്നു. ഇന്ന് സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ലോകത്തിലൊരു വിലയില്ലാത്തതായി തീർന്നിരിക്കുന്നതിൻ്റെ കാരണം ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ക്രൈസ്തവ ലോകം ആ സത്യത്തെ പിച്ചിച്ചീന്തി കളഞ്ഞു. ഈ ആഴ്ചകളിലൊക്കെ ലോകത്തിൽ വളരെ പ്രഖ്യാപിക്കപ്പെടുന്ന കാര്യം, മധ്യസ്ഥന്മാർ അനേകർ, ജീവിച്ചിരുന്നവരും ഇപ്പോൾ പണ്ട് ജീവിച്ചിരുന്നവരുമായ മധ്യസ്ഥന്മാർ അനേകർ. എത്ര ഭയങ്കരമായ ഒരു വീഴ്ചയാണ് ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറഞ്ഞാൽ, ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ജനമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞു പരാജയപ്പെട്ടതുപോലെ സത്യത്തിന്റെ പരിജ്ഞാനം അല്ലെങ്കിൽ സത്യം എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഇന്ന് ആളുകൾക്ക് കഴിയാതെ പോകും.
ഈ ഈ ഈ മധ്യസ്ഥൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇടയിൽ നിൽക്കുന്നവനെന്ന്, അല്ലേ? മധ്യത്തിൽ നിൽക്കുന്നവനെന്ന്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ നിൽക്കുന്ന ആൾ ആരാണ് എന്നുള്ളതാണ് സുവിശേഷ പ്രസംഗം എന്ന് വളരെ ശ്രദ്ധേയമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവളെന്നല്ല. അതൊരു തർക്ക വിഷയം. വേദപുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അതാരാണ്? ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില സഹതാമാരാണോ? ഇന്ന് ജീവിച്ചിരിക്കുന്ന ചില രക്തസാക്ഷികളാണോ? ഈ ആഴ്ചകളിലൊക്കെ പള്ളികളിലെല്ലാം പ്രാർത്ഥനയാണ്. ഞാനത് വളരെ കേട്ട് ഈ ദിവസങ്ങളൊക്കെ ഇരുന്ന് മധ്യസ്ഥ ഇന്ന പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഇന്ന ഗ്രാമത്തിന്റെ മധ്യസ്ഥൻ, ഇന്ന പട്ടണത്തിന്റെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞ് കർത്താവിനേക്കാൾ എത്ര ശക്തിയോടെ പണം മുടക്കിയൊക്കെയാണ് ഇന്ന് ലോകത്തിൽ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ. അതാരാ? ഈ 6 അധ്യായങ്ങളുള്ള ഈ 1 തീമോഥെയോസ് വീട്ടിൽ പോയി വായിച്ചാൽ എനിക്ക് ഈ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവന്നപ്പോഴേ ഞാൻ ആ അധ്യായങ്ങളൊക്കെ ഒന്ന് വായിച്ചപ്പോൾ 6 വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവയൊന്നും മധ്യസ്ഥന്മാര് അല്ല. ഞാൻ വേഗത്തിൽ ആ കാര്യത്തെക്കുറിച്ച് പറയാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭൂതന്മാരെ കുറിച്ച് അവർ മധ്യസ്ഥരാന്ന് വിചാരിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയ മധ്യസ്ഥയാണ് അല്ലെന്നൊക്കെ തർക്ക വിഷയമാണ്. വലിയ ഇന്നത്തെ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് അതിനെയാണ് വളരെയധികം ആരാധിക്കുകയൊക്കെ ചെയ്യുന്നത്. മത നേതൃത്വമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഈ കാര്യത്തിന് കൃത്യമായ ഉത്തരം ഉണ്ട്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ. വീട്ടിൽ പോയി ഈ അധ്യായങ്ങളൊക്കെ വായിച്ചു. 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് മോശയും ന്യായപ്രമാണവുമല്ല. മോശയുടെ ന്യായപ്രമാണവും അതുപോലെ പഴയ നിയമതായ 10 കൽപ്പനകളൊക്കെ അനുസരിച്ചാൽ സ്വർഗത്തിൽ പോകാം, അതാണ് സുവിശേഷം എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ന്യായപ്രമാണം നല്ലതാണ്, 1-ാം അധ്യായത്തിൽ ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് മനുഷ്യനെ പാപബോധം വരുത്തുന്നതാണ്. നീ പാപിയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലൊക്കെ ആശുപത്രികളിലൊക്കെ പോയാൽ CT സ്കാനും അതുപോലുള്ള MRIയും ഒക്കെ ഉണ്ട്. ആ യന്ത്രങ്ങളുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ രോഗം എന്താണെന്ന് നമുക്ക് കാണിച്ചു തരും. എന്നാൽ രോഗത്തിന് ഒരിക്കലും MRI പരിഹാരം വരുത്തത്തില്ല. ന്യായപ്രമാണം നല്ലതാണ്, അത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനല്ല. കാരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധത്തെ അകൽക്കുകയുള്ളൂ. നീ പാപിയാണ്, നിനക്കൊരിക്കലും ദൈവസന്നിധിയിലേക്ക് വരാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞ് എന്നും ന്യായപ്രമാണം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കും. ഈ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നവനാണോ? ഇന്നതിനെ നീ ആരാധിക്കാത്തവനാണോ? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കാത്തവനാണോ? ദോഷപ്രവൃത്തികൾ ജീവിക്കാത്തവനാണോ എന്ന് ചോദിച്ച് അല്ല 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 എന്ന് മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ച് നിത്യനാശത്തിലേക്ക് പോവുക. ഞാനത് വിശദീകരിക്കാനില്ല. അതിനോട് ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണം നല്ലതാണെങ്കിലും സുവിശേഷം ദൈവത്തിൻ്റെ ആ വാക്യം വായിച്ചാൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. ന്യായപ്രമാണം നല്ലതാണ്. അതിൻ്റെ 1 തീമോഥെയോസ് 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ന്യായപ്രമാണം നല്ലത്, അത് പാപബോധം വരുത്തുന്നതാണ്. എന്നാൽ 11-ാമത്തെ വാക്യം, ഈ പരിജ്ഞാനം എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരം. സുവിശേഷം എന്ന് പറഞ്ഞ പാപിയാണെന്ന് പറയുന്നത് മാത്രമല്ല, പാപിയെ സ്നേഹിക്കുന്ന, പാപത്തിന്റെ പരിഹാരം പഠിച്ചുന്ന രക്ഷകനെ മനുഷ്യനെ പരാജയപ്പെടുത്തുന്നത്. 2-ാമത്തെ കാര്യം, ആൾ വിചാരിക്കുന്ന വളരെ പ്രാർത്ഥിച്ചാൽ ഇത് വെറുതെ പറയുന്നൊന്നുമല്ല. ഇതുണ്ട്, ഭക്തിയോടെ ദേവാലയം അതിൽ എത്തി നിത്യം പ്രാർത്ഥന കഴിച്ചാൽ അങ്ങനെ പാട്ടൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ പോകും. 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ശ്രദ്ധിച്ചു വായിച്ചു, നിന്റെ പ്രാർത്ഥന എത്ര ഇതാണെങ്കിലും പ്രാർത്ഥന ഒരിക്കലും നിന്നെ രക്ഷകനിലേക്ക് കൊണ്ടുവരുന്നത്. നിന്റെ ബന്ധം സുവിശേഷം മുഖാന്തരം രക്ഷകനിലേക്ക് നീ വന്നതിന് ശേഷം മാത്രമേ നിന്റെ പ്രാർത്ഥന. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്,
പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം, ഭക്തിയോടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് വ്യക്തമായിട്ട് പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അത് പ്രാർത്ഥനയെന്നല്ല, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഒരുവനുണ്ട്, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവസഭകളിൽ നേതൃത്വം നൽകുന്ന നേതൃത്വ നിരയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, അല്ലേ? അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ ബിഷപ്പന്മാരും സഭാ നേതൃത്വവുമാണ് അവിടുത്തെ പ്രധാന വിഷയം. അവിടെ പറഞ്ഞിരിക്കുന്നു ഈ യോഗ്യതകളൊക്കെ പറഞ്ഞിട്ട് 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവഭക്തിയുടെ മർമ്മമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ കൂട്ടരല്ല, ജഡത്തിൽ വെളിപ്പെട്ടു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, തേജസ്സിൽ എടുക്കപ്പെട്ടു. ഇവനാണ് ദൈവഭക്തിയുടെ മർമ്മം. ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലുതാണ്. വീട്ടിൽ പോയി വായിക്കും. ഞാൻ എൻ്റെ അഭിപ്രായമല്ല, നമ്മുടെ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും അഭിപ്രായമല്ല. ആളുകളൊക്കെ വിചാരിക്കുന്നത് ഓരോ മതത്തിൻ്റെയും മധ്യസ്ഥർ, നേതാക്കന്മാർ അതിൻ്റെ മധ്യസ്ഥരാണ്. ഈ കറുത്ത ബൈൻഡിട്ട വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, അല്ല. ഞാൻ 50 വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നവണ്, സഭകളിലൊക്കെ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ഇന്ന് വരെ എനിക്ക് ഈ പുസ്തകം ബോധ്യം തന്നിട്ടില്ല, എന്ത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പേയാഴ സഭ ചെയ്യുന്ന ഈ സുവിശേഷ യോഗം കൊണ്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ന്യായപ്രമാണം നിന്നെ രക്ഷിക്കുകയില്ല, അത് പാപിയാണ് നിന്നോട് പറയുകയുള്ളൂ. 2, നിന്റെ പ്രാർത്ഥനയും നൊയമ്പും നിന്റേതായ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ, അതൊരിക്കലും നിന്നെ രക്ഷിക്കുകയില്ല. രക്ഷിപ്പാൻ കഴിയുന്നവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനാണ്. 3-ാമത്തെ കാര്യം, ആത്മീയ നേതൃത്വം അത് എത്ര വൻപനാണെങ്കിലും ഈ കറുത്ത ബൈൻഡിട്ട വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ, ജഡത്തിൽ വെളിപ്പെട്ട, ആത്മാവിൽ നീതീകരിക്കപ്പെട്ട, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തേജസ്സിൽ എടുക്കപ്പെട്ട ദൈവപുത്രനല്ലാതെ മധ്യസ്ഥൻ വേറൊരുവൻ ഇല്ല. അങ്ങനെയെങ്കിൽ 4-ാം അധ്യായത്തിലേക്ക് വന്നാലോ, 4-ാം അധ്യായത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ആളൊക്കെ വിചാരിക്കുന്നത് ദൈവത്തോടടുക്കാനുള്ള ഏറ്റവും നല്ല മാധ്യസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വയം ത്യജിക്കുക, സ്വയം നമ്മൾ പരിത്യാഗികളായിട്ട് തീരുക. 2-3 വാക്കുകൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം. 1, ചില ആളുകൾക്ക് കേൾക്കുന്നത് വിവാഹമൊക്കെ വിലക്കപ്പെട്ട് ജീവിച്ച സന്യാസിത്വം നടത്തിയാൽ, അവിടെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി, അത് ദൈവത്തിങ്കിലേക്ക് അടുക്കാനായിട്ടുള്ളൊരു വഴിയാണ്. അങ്ങനെയുള്ളവരാണ് മധ്യസ്ഥം. ഈ വേദപുസ്തകം പറഞ്ഞാൽ അത് ഭൂതങ്ങളുടെ ഉപദേശമാണ്, ഞാനല്ല. ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത് എത്ര ധൈര്യമായിട്ടും ഇന്ത്യൻ പൗരന് പറയാം. അങ്ങനെയെങ്കിൽ ഈ 66 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകം ശക്തമായ ഭാഷയിൽ ആ കാര്യത്തെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വിവാഹം കഴിക്കാതെ ജീവിച്ചത് കൊണ്ട് ദൈവത്തോട് അടുക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട. 2-ാമത്തെ കാര്യം, ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കുക. വെള്ളിയാഴ്ച മാംസം കഴിക്കത്തില്ല, പിന്നെന്താ, സസ്യഭുക്കാണ്. ഇതൊക്കെയാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യത്തിൽ അടുക്കാനായിട്ട് മാധ്യസ്ഥത വഹിക്കുന്നവൻ. ഞാനതൊക്കെ പറഞ്ഞ് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സംശയം ഉണ്ടെങ്കിൽ ഈ പുസ്തകത്തോട് ചോദിക്കുക. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാനും. ഇതാണ് സത്യം, ഇതാ സത്യം. ഇതല്ലാതെ ഞാനൊരു വേദപുസ്തക വിദ്യാർത്ഥിയും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഒരാളും, ഈ പുസ്തകത്തിലുള്ളത് കുറച്ചെങ്കിലും ഒക്കെ അറിയാനായിട്ട് സാധിക്കും. എനിക്ക് മറ്റൊരു ജോലിയില്ല, ഈ പുസ്തകം തുടർമാനമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നീ സ്വയം പരിത്യാഗിയായിട്ട് ജീവിച്ചാൽ നീ ഒരിക്കലും നിന്റെ ജീവിതത്തിനോ മറ്റുള്ളവർക്കോ മധ്യസ്ഥനായിട്ടിരിക്കാൻ സാധിക്കും. ചിലർ വിചാരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ വർജിച്ച് ജീവിച്ചാൽ അതൊരു വലിയ ഭാഗ്യം. സാധാരണക്കാർ ഇരിക്കുന്ന പോലുള്ള വസ്ത്രമൊന്നും അവിടെ ധരിക്കത്തില്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു, അതെല്ലാം മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കാര്യം വരുക. 5-ാം അധ്യായം
അവിടെ പറഞ്ഞിരിക്കുന്നു ഈ സൽപ്രവർത്തിയിൽ. ഇന്ന് ആളോടൊക്കെ ചോദിക്കുക, സ്വർഗത്തിൽ പോകുമ്പോൾ പാപമോചനം ലഭിക്കും? സൽപ്രവർത്തികളൊക്കെ ചെയ്യണം അല്ലേ? പറഞ്ഞതൊക്കെ കേൾക്കുകയാണല്ലോ. ഏത് മതത്തിൽപ്പെട്ടവനോട് ചോദിച്ചു, ഏത് നേതാവിനോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ്? നല്ല പ്രവൃത്തികളും. എന്നാൽ ഈ 5-ാം അധ്യായം പറഞ്ഞിരിക്കുന്നു, നീ മാതാപിതാക്കന്മാരെ നോക്കണം. ഈ ആധുനിക ലോകത്തിലൊക്കെ അവിടെ അല്ലേ പലയിടത്തൊക്കെ കൊണ്ടിട്ട് ചെയ്യുന്നു. മാതാപിതാക്കന്മാരെ നോക്കണം, എന്ത് ചെയ്യണം? സഭാ നേതൃത്വത്തെ ബഹുമാനിക്കണം, നിന്നെ തന്നെ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കണം. ഞാൻ 1 തിമോത്തിയോസ് 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. സൽപ്രവർത്തികൾ. എന്നാൽ ആ സൽപ്രവർത്തികളല്ല, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥരായിട്ടിരിക്കുന്നത് സൽപ്രവർത്തികളല്ല, അതൊരുവൻ. ആരാണ് ഒരുവൻ? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യൻ. 6-ാം അധ്യായം ദൈവവചനം പറയുമ്പോൾ അതിൽ വെള്ളം ചേർക്കരുതല്ലോ, ദൈവവചനത്തിൽ ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുതല്ലോ. ഈ ലോകത്തിലെ ധനവാന്മാരോടാണ് സംസാരം. ആളുകൾ വിചാരിക്കുന്നത് ജീവിതം മെച്ചപ്പെട്ടു, ജീവിതം ധന്യമായി, എനിക്ക് പ്രാർത്ഥിച്ചില്ലേനും കുഴപ്പമില്ല, ഞാൻ ദൈവമുമ്പാകെ വലിയവനാ. കാരണം എന്താ? എനിക്കിന്ന് ധാരാളം ധനമുണ്ട്. എന്നാൽ ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ദൈവം കൽപ്പിക്കുന്ന ഒരു കാര്യം, നീ രക്ഷ പ്രാപിക്കണം, അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ നമുക്ക് ദൈവം സകലവും ധാരാളമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുന്ന ദൈവം നൽകുന്ന ദൈവമാണ്. ഒരിക്കലും ദ്രവ്യാഗ്രഹത്തിൽ നീ ജീവിക്കരുത്. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമല്ലോ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. തക്ക സമയത്ത് അറിയിക്കേണ്ടുന്ന സന്ദേശമാണ് സുവിശേഷം. ഇന്ന് രാത്രി ന്യായവിധിയുടെ ദിവസങ്ങൾ ഏറ്റവും അടുത്തിരിക്കും. നമുക്കിടെ യുദ്ധങ്ങളൊക്കെ ചെയ്യുക, വലിയ പ്രശ്നങ്ങളിലേക്ക് ഇതിയാണ്. ഈ പേയാട് സഭ മുഖാന്തരം ഈ ചുറ്റുപാടുള്ള പ്രദേശങ്ങളോട് ദൈവം അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം, രക്ഷയുടെ സന്ദേശം എന്താണെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കണം എന്നുള്ള ആ കാര്യമാണ്. ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ ആ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലേക്ക് വരണം എന്ന് ദൈവം ആഗ്രഹിക്കും. ഏതാണ് ആ സത്യത്തിൻ്റെ പരിജ്ഞാനം? എല്ലാവരും പാപികളാണ്. ഞാൻ 1-ാം അധ്യായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് വരാം. അതിൻ്റെ 15-ാമത്തെ വാക്യം. സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം യോഗ്യമായ വചനം. ഇവിടെ രക്ഷിക്കാൻ കഴിയുന്നവരാരുമില്ല, എല്ലാവരും പാപം ചെയ്ത ദൈവമല്ല. എന്നാൽ ക്രിസ്തുയേശു ദൈവ മനുഷ്യനായിട്ട് രക്ഷിപ്പാനായിട്ട് ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമാണ്. 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, അവൻ ലോകത്തിലേക്ക് വന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായിട്ട് തന്നെത്താൻ ഏൽപ്പിച്ച് കൊടുക്കുക. മറുവില എന്ന വാക്കിന്റെ അർത്ഥം പിടിച്ചു വെച്ചിരിക്കുന്ന, ശത്രു പിടിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് കൊടുക്കുന്ന ആ മൂലധനത്തെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും അവരുടെ നിത്യനാശത്തിൽ നിന്ന്, നിത്യശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആ കാര്യം ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ ശിക്ഷയായ ആ നിത്യനാശത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് വന്നു. മനുഷ്യന് പകരക്കാരായിട്ട് നിന്ന്, മനുഷ്യന്റെ പാപങ്ങൾക്ക് പകരക്കാരനായിട്ട് നിന്ന് ആ പാപത്തിന്റെ ശിക്ഷയെല്ലാം തൻ്റെ ശരീരത്തിൽ അനുഭവിച്ച് എല്ലാവർക്കും മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. കുരിശിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശിന്മേൽ കയറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതാണ് യഥാർത്ഥ സത്യം. സ്വർഗത്തിലെ ദൈവം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. 3-ാം അധ്യായം
നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് തീർത്തു. എല്ലാവർക്കും വേണ്ടി മനുഷ്യനായിട്ട് തീർത്തു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. അടുത്ത വാക്യം എന്നറിയാമോ? എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തു. എത്ര കാര്യങ്ങൾ ആ വാക്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു മാത്രം. ക്രിസ്തുയേശു മാത്രം. ലോക ചരിത്രത്തിൽ വൻപന്മാരായ ആളുകളുണ്ട്, ഉന്നത മത നേതാക്കന്മാരുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ പ്രത്യേകത, അവൻ സ്വർഗം വിട്ട് ഭൂമി. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു മനുഷ്യനായിട്ട് ഇവിടെ ജീവിച്ചു, പാപരഹിതനായിട്ട് ജീവിച്ചു. പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് തീർന്നു. സർവ്വലോകത്തിന്റെ പാപത്തെയും തന്റെ മേൽ ചുമന്ന് കുരിശിൽ യാഗമായിട്ട് തീർന്നു. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ നിത്യനരകാഗ്നിയിൽ വീഴാതിരിക്കാൻ ആ നിത്യനാശം തന്റെ മേൽ ഏറ്റുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ആ നിത്യമായ ശിക്ഷ അനുഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവം ജഡത്തിൽ വെളിപ്പെടും. എന്തൊരു വലിയ സ്നേഹമാണ്, എന്തൊരു വലിയ കാര്യമാണ്. ഏറ്റവും സാധുവായ മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി, ദൈവപുത്രൻ നമുക്ക് വേണ്ടി ഒരു ശിശുവായിട്ട് ജനിച്ചു. പാവപ്പെട്ട സ്ത്രീയുടെ ഉദരത്തിൽ ദൈവപുത്രൻ ജാതനായിട്ട് പുൽത്തൊഴുത്തിൽ നമുക്കായിട്ട് ജനിച്ചു. നമുക്ക് വേണ്ടി ഇനിയും ദൈവത്തിന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ ഇനിയും മറ്റൊരു നിലയിലും ആവശ്യമില്ലാത്ത നിലയിൽ നമുക്ക് വേണ്ടി ഏറ്റവും താണു. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് സുവിശേഷം. നാം അവന്റെ ദാരിദ്ര്യത്താൽ സമ്പന്നരായി തീരേണ്ടതിന് നമുക്ക് വേണ്ടി ദരിദ്രനായിട്ട് തീർന്ന ദൈവം. അങ്ങനെ ആരുണ്ട് ലോകത്തിൽ? എല്ലാവർക്കും വേണ്ടി ദരിദ്രനായിട്ട് തീർന്ന, എല്ലാവർക്കും വേണ്ടി ഈ ഭൂമിയിൽ പകരക്കാരനായി, പാപമൊഴികെ നമുക്ക് തുല്യനായിട്ട് പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഏറ്റവും അത്യുന്നതനായ ദൈവത്തിൻ്റെ കാറ്റും കടലും ഒക്കെ അനുസരിക്കുന്നവൻ, പിതാവിനെ അനുസരിച്ച് നമുക്ക് വേണ്ടി നിത്യശിക്ഷ അനുഭവിച്ച് മരണത്തെ ജയിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു. ആരാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ? വളരെ വ്യക്തമാണ്. എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് മരിച്ച് കല്ലറയിൽ വയ്ക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ശിഷ്യഗണങ്ങൾ കാണുക സ്വർഗാരോഹണം ചെയ്ത് ഇന്ന് മഹിമയിൽ നമുക്ക് മധ്യസ്ഥനായി, നമുക്ക് മഹാപുരോഹിതനായിട്ട് ജീവിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒഴികെ വേറെ മധ്യസ്ഥൻ ആരുമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും അതാ സുവിശേഷം. ഇന്ന് രാത്രി അത് കേട്ടോ. വിശ്വസിക്കണമെന്നില്ല, അത് താങ്കൾക്ക് ഉപേക്ഷിക്കും. എന്നാൽ ദൈവസഭയുടെ ചുമതല സത്യത്തിൻ്റെ തൂണുകളായിട്ടിരിക്കും. പേയാട് സഭയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുക. സത്യം അറിഞ്ഞ കാര്യം മറ്റുള്ളവർ അറിയത്തക്ക നിലയിൽ അത് പ്രഘോഷിക്കുക. കർത്താവ് പറഞ്ഞു, ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. ഉയർത്തെഴുന്നേറ്റ് മഹിമയിൽ വാഴുന്ന കർത്താവായ യേശുക്രിസ്തു പറയാണ്, ഞാനാണ് നിങ്ങളുടെ മധ്യസ്ഥൻ, ഞാനാണ് നിങ്ങൾക്ക് വേണ്ടി മറുവിലയായി തീർന്നത്. ഞാൻ ഒഴികെ ആരും നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചിട്ടില്ല. നിന്റെ പാപങ്ങൾ എത്ര കടിചുവപ്പാണെങ്കിലും ഞാനെല്ലാം പഞ്ഞി പോലെ, ഹിമം പോലെ വെളുപ്പിക്കും. കുരിശിങ്കിലേക്ക് നോക്കുക. എൻ്റെ വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുരിശിങ്കിലേക്ക് 2 കള്ളന്മാരുടെ നടുവിൽ ഒരു പെരുങ്കള്ളനെ പോലെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചത്. എന്നാൽ അതിലൊരുവന് വളരെ പാപത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ച ആ മനുഷ്യന് മനസ്സിലായി, ഇവൻ ഞങ്ങളെ പോലല്ല. കർത്താവിലേക്ക് പറഞ്ഞു, ഞങ്ങളെല്ലാം ന്യായമായതിന് ശിക്ഷ അനുഭവിക്കുന്നു, നീ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, നീ എന്നെയും
ഓർക്കണമേ. അവിടുന്നാണ് നിത്യരാജാവ്. അവിടുന്ന് രാജത്വം പ്രാപിക്കും. അവിടുന്ന് ലോകത്തെ ഭരിക്കും. എന്നെയും ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി ആ വാക്കുകളോട് ശ്രദ്ധിക്കണം. ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലിരിക്കും. ഏതൊരു കൊടും പാപിയെയും രക്ഷിക്കുവാൻ തക്കവണ്ണം കടമെല്ലാം കൊടുത്തു തീർത്തു, ശിക്ഷ മുഴുവൻ അനുഭവിച്ചു. ഇനിയും സ്വർഗത്തിൽ പോകുന്നതിന് തടസ്സമായിട്ട് യാതൊരു പാപങ്ങളും അവശേഷിക്കാത്തതിന്, സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പകരമായിട്ട് മരിച്ചത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ. അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, അതേ സമയത്ത് മനുഷ്യന്റെയും പ്രതിനിധിയാണ്. അങ്ങനെ ഒരാൾ ആരുണ്ട്? ഈസ് ബോത്ത് ദ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ദൈവത്തിന് പറയാനുള്ളതെല്ലാം പറയാൻ കഴിയുന്ന സത്യദൈവവും നിത്യജീവനുമാണ്. മനുഷ്യന്റെ പ്രതിനിധിയാണ്. ഇന്നും മരണത്തെ ജയിച്ച് മഹിമയിൽ നമ്മുടെ പ്രതിനിധിയായിട്ട് ഉയരത്തിൽ വാഴുന്ന കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയും, കർത്താവേ, ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്ര, അങ്ങാണെൻ്റെ മധ്യസ്ഥൻ, അങ്ങാണ് എനിക്ക് വേണ്ടി മറുവിലിയായിട്ട് തീർന്നവൻ. അങ്ങ് മാത്രം എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. അതാരാണ്? ആ അധികാരം ലഭിച്ചിരിക്കുന്നവൻ ദൈവപുത്രനായ കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി വളരെ ലളിതമായ വാക്കുകളിൽ ആ സുവിശേഷം നമുക്കൊരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. യേശു എന്ന പേരുള്ള അനേകരുണ്ടെങ്കിലും ഈ ലോകത്തിൽ പറയുന്നത്, എനിക്ക് ചിലരെയൊക്കെ അറിയാം യേശു എന്ന പേരുണ്ടെങ്കിൽ. എന്നാൽ കർത്താവായ യേശു, ആ യേശു കർത്താവിൻ്റെ പ്രത്യേകത, യോഹന്നാൻ സ്നാപകനാൽ 33-ാമത്തെ അല്ലെങ്കിൽ 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ ഭൂമിയിൽ ജീവിച്ചു. ഈ ഭൂമിയിൽ താൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാറ്റിനെയും കടലിനെയും ശാസിച്ചതല്ല, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ അപ്പോസ്തലനായ പത്രോസ് വളരെ വ്യക്തമായി, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കുരിശന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവനെന്ന് പറഞ്ഞാൽ ഇനിയും പാപമോചനത്തിന് വേണ്ടി ഒരു കാര്യവും മനുഷ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതെല്ലാം ചെയ്തു കഴിഞ്ഞു. കുരിശന്മേൽ വെച്ച് നാം കേട്ട ഏറ്റവും പ്രധാന വാക്കുകളിലൊന്ന്, ഇതാ സകലവും നിവൃത്തിയായി. നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ പ്രിയ സ്വഭാവേ, എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി വേണ്ടിയതെല്ലാം കർത്താവ് ഒരിക്കൽ എന്നേക്കുമായിട്ട് കൊടുത്തു തീർത്തു. ഇതാ സകലവും നിവൃത്തി. ഇനി നാം നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ടോ ഒന്നും അത് വിലയ്ക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കരുത്. രക്ഷ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. കർത്താവേ, ദാനമല്ലേ? ഇന്ന് പെയ്ത മഴയ്ക്കെല്ലാം വില കൊടുക്കാൻ കഴിയുന്ന എത്ര ധനവാന്മാർ ഈ തിരുവനന്തപുരത്തുണ്ട്? ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില അനുസരിച്ച് നോക്കിയാൽ എന്ത് വലിയ കാശാണ് കൊടുക്കേണ്ടി. അങ്ങനെയെങ്കിൽ ഈ ഇടവപ്പാതിക്കൊക്കെ പെയ്യാൻ പോകുന്നതിനൊക്കെ ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കത്തി ജ്വലിച്ച അല്ലേ, ഇലക്ട്രിസിറ്റിക്കൊക്കെ ഒത്തിരി വിലയായി. ഇവിടെ കത്തി ജ്വലിച്ച ആ സൂര്യപ്രകാശത്തിന് വില കൊടുക്കാൻ കഴിയുന്ന എത്ര ധനികന്മാർ ഈ ലോകത്തിലുണ്ട്. ഹി ഡസൻറ്റ് സെൽ. സ്വർഗത്തിലെ ദൈവം ഒന്നും വിലക്ക് വിൽക്കുന്നില്ല കേട്ടോ. അത് പറഞ്ഞ് അവസാനിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തരുന്ന, ഹി ഗീവ്സ് എവരിതിങ് ഫ്രീലി. ഇന്ന് രാത്രി രക്ഷ ദൈവത്തിന്റെ ദാനമാണെന്ന് പറയുമ്പോൾ അത് വില കൊടുക്കാതെ രക്ഷിക്കുന്നത്, അത് സൽപ്രവൃത്തി കൊണ്ടോ ന്യായപ്രമാണം അനുസരിച്ചതുകൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ മധ്യസ്ഥന്മാരുടെ അടുത്ത് പോയതുകൊണ്ടോ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിച്ചോ മറ്റ് സ്വയം വർദ്ധിച്ചോ പിന്നെ ധനമൊക്കെ ഉപയോഗിച്ച് സമ്പൽ സമർത്ഥമായി തീർന്നുള്ള തോന്നലുകൊണ്ടോ ഒന്നും അടുത്ത് എന്നാൽ ലഭിക്കുന്നതല്ല. കർത്താവേ, ഞാനൊരു പാപി, എനിക്ക് നിന്റെ മുമ്പാകെ നിൽക്കാൻ ഒരു യോഗ്യതയുമില്ല. ദൈവവചനം പറഞ്ഞിരിക്കുന്ന പോലെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനായ എന്നെ സ്നേഹിച്ച് അവിടുന്ന് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത് എൻ്റെ പാപത്തിന് പരിഹാരം മുഴുവൻ വരുത്തിയെന്ന് വേദപുസ്തകം പറയുന്നത് ഞാൻ വിശ്വസിക്കും. രാത്രി പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വന്നേക്കാം. ആര് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കും? അതോ ദൈവം അനേകമാണ്,
ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥർ അനേകരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള സുവിശേഷത്തിൻ്റെ പുറകെ പോകാനാണെങ്കിൽ അത് തേജോമായ ദൈവത്തിൻ്റെ തേജസ്സുള്ള സുവിശേഷമല്ല. തേജസ്സുള്ള സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് രക്ഷിപ്പാൻ ഈ ലോകത്തിൽ വന്നു, രക്ഷിക്കാൻ വേണ്ടതെല്ലാ വിലയും കൊടുത്തു. ഇന്ന് മഹിമയിൽ വാഴുന്ന കർത്താവായ യേശുക്രിസ്തു സൗജന്യമായ ആ രക്ഷ, പാപമോചനം തന്ന് ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, കർത്താവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. നമുക്ക് ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ ഉണക്കാം. തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. ദൈവവചനത്തിന് മുമ്പാകെ, ദൈവമഹത്വത്തിന് മുമ്പാകെ, സുവിശേഷം എന്ന സത്യവചനത്തിന് മുമ്പാകെ, കാൽവടി കുരിശിൽ നമുക്ക് വേണ്ടി മരണത്തെ മരിച്ച് ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള ദൈവപുത്രന്റെ മുമ്പാകെ ആര് തന്നെത്താൻ താഴ്ത്തും? കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെതായി യാതൊരു യോഗ്യതയുമില്ല, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ രക്ഷിപ്പാൻ രക്ഷകനായിട്ട് ജീവിക്കും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം ഒരുവനാണ്, അവനെല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, ആ ദൈവം, സ്വർഗത്തിലെ ദൈവം, നമുക്ക് വേണ്ടി മനുഷ്യനായിട്ട് തീർന്ന് പാപത്തിൻ്റെ പരിഹാരം ഒരുക്കിയത് മനസ്സിലാക്കി ആ മധ്യസ്ഥനായ കർത്താവായ യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ലഭിക്കുന്ന നിത്യരക്ഷ സ്വന്തമാക്കി മുന്നോട്ട് പോകണമെന്ന് ഇന്ന് രാത്രി ആരാഗ്രഹിക്കും? ദൈവസന്നിധിയിൽ ആ തീരുമാനമെടുക്കും? ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ എന്ന് ദൈവാത്മാവിനാൽ ആര് ബോധ്യം വന്നു ആ സത്യത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുമ്പോൾ ദൈവവചനം അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അതിനെ തിരസ്കരിക്കുകയാണോ അതോ അംഗീകരിക്കുകയാണോ? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവവിരോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. ഈ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിലും ശക്തമായി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മാത്രമല്ല, ചുറ്റുപാടും ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഇവിടെയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു. താനാണ് മറുവിലയായി മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായിട്ട് ഏകനായിട്ട് മുന്തിരിച്ചട്ട് ചവിട്ടിയവൻ. ആ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ ഇന്ന് രാവിലെയും ഇന്ന് രാത്രിയിലും ഇവിടെയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത് ദൈവം എല്ലാവരെ കുറിച്ചും ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവരും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരണമെന്നുള്ളത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു എന്ന് മാത്രമല്ല, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരമുണ്ടാക്കി ഇതാ മരിച്ച് മൺമറഞ്ഞ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയപ്പോൾ നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഓർത്തത്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. പോയി സ്ഥലം ഒരുക്കിയാൽ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കൊള്ളുവാൻ ഞാൻ രണ്ടാമതും വരും എന്നുള്ള വാഗ്ദത്തം നമുക്ക് തന്നിരിക്കാൻ സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുകളിൽ സമാധാനമില്ല, നമ്മുടെ ചുറ്റുപാടുകളിൽ സന്തോഷമില്ല. മനുഷ്യൻ ഇതാ തൻ്റെ ജീവൻ എടുക്കുവാൻ
ആഗ്രഹിക്കുന്നു സമാധാനമില്ലാതെ. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. ആ സദ്വർത്തമാനം ഇന്ന് കേൾക്കുവാൻ കർത്താവിൻ്റെ ദാസനിൽ കൂടി ശക്തിയായി സംസാരിപ്പാനിടയായത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവ് പ്രിയ കേൾവിക്കാരെ മൊത്തം അനുഗ്രഹിക്കട്ടെ. മറ്റൊരുവരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശങ്ങളിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല എന്ന് ഇന്നും നാം കേൾക്കുകയുണ്ടായി. യേശുവിൻ്റെ നാമമല്ലാതെ മത, ജാതി, വർണ്ണ വ്യത്യാസമന്യേ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് മക്കളായി തീരുവാൻ, അവർക്ക് നിത്യരാജ്യത്തിലേക്ക് പോകുവാൻ, സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട് എന്ന് ഇന്നും ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞങ്ങളെ കേട്ട ആരെങ്കിലും യേശുവിനെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ വാസ്തവമായിട്ട് നിങ്ങളുടെ ഹൃദയം ദൈവത്തിനായിട്ട് കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം. അയ്യോ, ഞാനൊരു പാപിയാണ്. എൻ്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നു. എനിക്ക് പകരമായിട്ട് അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ആ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിനയമായി സമ്മതിച്ചുകൊണ്ട് പാപമേറ്റു പറഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് നീയും ആ പാപിയോട്, ആ കള്ളനോട് പറഞ്ഞതുപോലെ ഇന്ന് നീ എന്നോടുകൂടെ പർദീസിൽ ഇരിക്കും എന്ന് പറയുവാൻ ഇടയാകും. ഞങ്ങളെ കേട്ട ആരെങ്കിലും, ഞങ്ങളെ അടുത്തും അകലെയുമായി കേട്ട പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നല്ല കർത്താവിനെ അറിയുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം സമാധാനമില്ലാതെ പോകുന്നുവെങ്കിൽ, ഞങ്ങൾ ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക. റോമാലേഖനം 10-9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. വായി കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് സമ്മതിച്ച് ഹൃദയത്തിലേക്ക് കർത്താവിനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ദൈവമക്കളായി തീരുവാൻ അവകാശമുണ്ട്. മാത്രമല്ല, മരിച്ച് മൺമറയുവാൻ പോകുകയാണ് നമ്മളെല്ലാം. ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ജീവിതം നിങ്ങൾക്ക് അവകാശമാണെങ്കിൽ ആക്കണമെങ്കിൽ യേശുവിൽ കൂടെ അല്ലാതെ വേറെ ഒരു ജീവിതമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിശ്വസിക്കുക. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു, മകനെ, മകളെ, ഈ ശബ്ദം കേൾക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? എൻ്റെ ശബ്ദം കേൾക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആ മകനെ, മകളെ എന്നുള്ള ആ ശബ്ദം കേട്ടുകൊണ്ട് നിങ്ങളുടെ മാർവിടത്തിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. മകനെ, മകളെ, നിനക്ക് തുറന്നു കൊടുക്കുവാൻ, നിന്റെ ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? ആ യേശുവിൽ വിശ്വസിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ വേറെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഒരു പൈസയും ചെലവ് ചെയ്യണ്ട, ഒരു പള്ളിയിലും കടന്നു പോകണ്ട, ഞങ്ങൾ പോകുന്ന പള്ളിയിൽ വരണ്ട, ഒരു പള്ളിയിലും പോകണ്ട. നിങ്ങളുടെ അതാത് സ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട്, യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ അവിടുത്തെ മകനാക്കി, മകളാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട് നീ ദൈവത്തിന്റെ മകളും മകനുമായി തീരും. പക്ഷെങ്കിൽ പാപം നീ ഏറ്റു പറയണം, സമ്മതിക്കണം, യേശുവിനോട് സമ്മതിക്കണം. ഞങ്ങൾ ആരോടും സമ്മതിക്കണ്ട, യേശുവിനോട് സമ്മതിക്കണം. അയ്യോ, ഞാനൊരു പാപിയാണ് കർത്താവേ, എന്റെ പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കുവാൻ ഈ ലോകത്തിൽ ശക്തിയുമില്ല എന്ന് ഞാൻ അറിയുന്നു. ഇതെങ്ങും വാങ്ങിക്കുവാൻ കിട്ടുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് യേശു അല്ലാതെ വേറെ ആരിലും ഈ സമാധാനമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി ഇന്ന് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയും. അനേകർക്ക് സമാധാനമില്ല. മദ്യത്തെയും ഇതാ മയക്കുമരുന്നിനെയും നിങ്ങളൊക്കെയും ഇതാ സമീപിക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരുവാൻ, നിങ്ങളുടെ സമാധാനം ലഭിക്കുവാൻ. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് സമാധാനം തരികയില്ല. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായ എല്ലാവരുമേ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും. ആ കർത്താവിന്റെ മക്കളായി തീരുവാൻ, ആ കർത്താവിന്റെ
കർത്താവിന്റെ മകളായി തീരുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ആ യേശുവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ മകനായി തീരുവാൻ ദൈവം എല്ലാവരെയും ഇടയാകട്ടെ. ആരും നശിച്ചു പോകുവാൻ ഓർപ്പിച്ചതുപോലെ, കർത്താവിന്റെ ദാസൻ ഓർപ്പിച്ച പോലെ ആരും നശിച്ചു പോകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും എല്ലായിടത്തും രക്ഷിക്കപ്പെടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കൂടെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കുക, നിത്യരക്ഷ കൈവശമാക്കുക, നിത്യ ജീവന്റെ അവകാശിയായി തീരുക. യേശു വരുവാൻ പോകുകയാണ്. ഇതാ കാഹളം മുഴങ്ങും, മരിച്ചവരുവർക്കും ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരപ്പെടും. ഇതാ കർത്താവിന്റെ വരവെങ്കിൽ ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. ആ നല്ല സുദിനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റിംഗ് അവസാനിച്ച് കഴിയുമ്പോൾ ഞങ്ങളെ നിങ്ങൾക്ക് സമീപിക്കാം. ആരെയും സമീപിക്കാം. എനിക്ക് എൻ്റെ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയണം, എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷമാണ്, നിങ്ങളോട് പറഞ്ഞു തരുവാൻ സന്തുഷ്ടമാണ്. അനുഗ്രഹിക്കപ്പെട്ട സമയമാണ് നമ്മൾ ചെലവഴിച്ചത്. അനുഗ്രഹിക്കപ്പെട്ട 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ പാട്ടുകൾ പാടി കർത്താവിനെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി, സ്തുതിച്ചു. പാട്ടുകൾ പാടുവാൻ നിന്റെ മക്കളെ ബലപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വായന സംസാരിപ്പാൻ അവിടുത്തെ ദാസനെ ബലപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം. നമുക്ക് തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതനായ ഞങ്ങളുടെ ദൈവമേ, നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവേ, അങ്ങയുടെ സന്നിധാനം അടുത്തു വന്ന് ഞങ്ങൾക്ക് അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങിൽ നിന്ന് കർത്താവേ പരിശുദ്ധാത്മാവിൽ അവിടുത്തെ ദാസനിൽ കൂടെ വചനം കേൾക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നന്ദിയോടെ സ്തോത്രം. അനേകർക്ക് സമാധാനമില്ല, എന്നാൽ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് സമാധാനം തരും, ഞാൻ നിനക്ക് സന്തോഷം തരും, നിനക്ക് ഞാൻ നിത്യജീവനെ തരും എന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കുകളെ കേൾക്കുവാൻ ഇന്ന് രാത്രിയിൽ ഇടയാക്കിയതോർത്ത് സ്തോത്രം. അവിടുത്തെ ദാസനെയും ദാസിയെയും ഞങ്ങളുടെ മധ്യേ അയച്ചതെന്ന് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നാളെ രാത്രിയിലും കർത്താവെ ശക്തിയായി ദൂത് സംസാരിപ്പാനുള്ള കൃപയെ കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തിലുള്ള അവിടുത്തെ അറിയാത്ത ദേശവാസികൾ അങ്ങേ അറിയണം, ഈ നല്ല കർത്താവിനെ അറിയുവാൻ ഇടയാകണം. കർത്താവെ, ഒരു പൈസ മുടക്കില്ലാതെ നിത്യരക്ഷയ്ക്ക് അവകാശമായി തീരുവാൻ എല്ലാവരും ഇടയായെങ്കിൽ എത്ര നന്നായിരുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഓരോരുത്തരുടെയും ഹൃദയങ്ങളോട് അങ്ങ് ഇടപെട്ടതുകൊണ്ട് സ്തോത്രം. അവർ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചുറങ്ങുവാൻ ഈ നല്ല ദേവനെ, ഈ നല്ല കർത്താവിനെ, ഈ നല്ല രക്ഷകനെ എനിക്കും എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശു കർത്താവിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യത്തെ കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ എല്ലാവരും എല്ലായിടത്തും രക്ഷിക്കപ്പെടണമെന്നുള്ളത് അങ്ങ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ആ നിലയിൽ കർത്താവെ, ഇന്ന് ഞങ്ങളെ ദൂരത്തും അടുത്തുമായിട്ട് കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ആ സമാധാനത്തിൽ കേട്ട് വിശ്വസിച്ച് നിത്യജീവൻ അവകാശങ്ങളാക്കുവാൻ ഉള്ള കൃപയെ കൊടുത്താട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വചനം കേൾപ്പിച്ച അവിടുത്തെ ദാസനെ ഓർക്കുന്നു. പാട്ടുകൾ പാടി കേൾപ്പിച്ച 2 സഹോദരിമാരെയും പ്രിയ സഹോദരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് ലീഡ് ചെയ്ത അവിടുത്തെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വരുന്ന ദിവസങ്ങളിലും കർത്താവെ, ഈ പ്രദേശത്ത് സാക്ഷ്യം പുലർത്തി ജീവിപ്പാൻ എല്ലാവരെയും ഇടയാക്കിയാട്ട് പേയാട് സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ കൂടി വരുന്ന ദൈവജന ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് സഹായിച്ചാട്ട് ഞങ്ങൾ കടന്നു പോകുമ്പോൾ കൃപ കൂടിയിരിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ താഴ്മയും വിനയമായി ചോദിക്കുന്നു, കൃപ കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും ഞങ്ങളോട് വചനം സംസാരിച്ച അവിടുത്തെ ദാസനോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും ഞങ്ങളെ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.